Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുറച്ച് ക്യാരറ്റ്, അതായത് ഒരു മീഡിയം ടൈപ്പ് ഒരു ക്യാരറ്റ് മതിയാവും. വലുതാണെങ്കിൽ ഫുൾ എടുക്കണം എന്നില്ല, ഒരു മുക്കാൽ ഭാഗം കേട്ടോ. എന്നിട്ട് ഞാൻ ഒന്ന് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. തീരെ ചെറുതായിട്ടല്ല, കുറച്ച് വലുതായിട്ടാണ് കേട്ടോ. ഒരുപാടങ്ങ് ചെറുതാവണ്ട, ആ രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഒരു അരമുറി സവോള, ചെറിയൊരു സവോളയുടെ അരമുറി മതി. വലിയ സവോളയൊക്കെ ആണെങ്കിൽ ഒരു 1/4 മുറി മതി. നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വയ്ക്കുക. പിന്നെ 1-2 പച്ചമുളകും കൂടി നമുക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കണം കേട്ടോ. ആവശ്യത്തിന് കറിവേപ്പിലയും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒഴിച്ചറിയായിട്ടോ തൊടുകറിയായിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും രീതിയിലും എടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു പാൻ വെക്കണം. ഒരു പാൻ വെച്ച് ഈ പാൻ ഒന്ന് ചൂടാ വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. ഒരു 3-4 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ നല്ല ഒരു പിടി തേങ്ങ, ഒരു 1/4 ടീസ്പൂണും ഇത്തിരി കൂടി 1/2 ടീസ്പൂൺ തികച്ചെടുക്കേണ്ട കടുക് കൂടി എടുക്കുക. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കണം. ഈ സമയത്ത് ഒരു ചട്ടി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു, 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇതൊന്നായി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ആ സവോള കണ്ടോ, കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ക്യാരറ്റൊക്കെ നന്നായിട്ട് വേവണം. ഈ സമയത്ത് നമ്മുടെ അരപ്പ് നമുക്ക് അരച്ചെടുക്കേണ്ടതുണ്ട്. കണ്ടോ, കുറച്ചൊരു നീളത്തിൽ ഇങ്ങനെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് കാണാനും ഒരു ഭംഗി ഉണ്ടാവുക. ക്യാരറ്റ് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ് മുട്ടയും വെച്ചിട്ടുള്ള റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ റെസിപ്പിയാണത്. അപ്പോൾ ഞാൻ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്യാരറ്റ് റെസിപ്പീസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇനി നമ്മുടെ ഒരു പിടി തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകം, 2-3 ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂണിനും 1/2 ടീസ്പൂണിനും ഇടയ്ക്ക് കടുക്, അത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ. മഷി പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത്, വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കേണ്ട, നല്ലപോലെ വാടി കിട്ടുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരപ്പിലധികം വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളച്ച് നമ്മുടെ ആ കടുകിൻ്റെ ആ ഒരു അരപ്പിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. ചിലർ ചോദിക്കും കടുക് ചേർത്ത് കഴിഞ്ഞാൽ കഴിക്കില്ലേന്ന്. കഴിക്കൊന്നുമില്ല കേട്ടോ. ഇത് നന്നായിട്ട് തിളയ്ക്കണം, നല്ലപോലെ തിളയ്ക്കണം. തിളച്ച് ആ അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറണം, അത്രയേ ഉള്ളൂ. ഈ ഒരു മെത്തേഡിൽ ഞാൻ ഒരുപാട് റെസിപ്പീസ് പല രീതിയിൽ കുറച്ചൊക്കെ ഡിഫറൻറ്റിൽ കുറേ റെസിപ്പീസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചട്ടി ആയതുകൊണ്ട് തന്നെ തിളയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി, അതാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക. ഇതിനകത്തേക്ക് ഞാനിപ്പോൾ പാക്കറ്റ് തൈരാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ളതാണെങ്കിൽ അതായാലും മതി. നന്നായിട്ട് കട്ട ഉടച്ച് കൊടുക്കുക. ഞാനത് നന്നായിട്ടൊന്ന് കുലുക്കിയെടുത്ത് കട്ട ഉടച്ച് ചേർത്ത് കൊടുത്തു. ഒരു 1/2 പാക്കറ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതായത് 250 ml കപ്പിന് 1 കപ്പ്. ഞാൻ കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഒഴിച്ചെറിയുടെ ആവശ്യമില്ല. ഇത് നമുക്ക് ഒഴിച്ചെറിയായിട്ടും യൂസ് ചെയ്യാം. തൈര് ചേർക്കുമ്പോൾ ഒന്നുകിൽ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കണം. തൈര് ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാണെങ്കിൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തൈരിന് അത്യാവശ്യം പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പൊട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ്. ആ പുളി ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടും. ഒരു നുള്ളു പഞ്ചസാര മതി, ഓപ്ഷണലാണ്. പക്ഷേ തൈരിന് പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ഇത്തിരി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ തിക്കാക്കണമെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെയൊക്കെ അളവൊന്ന് കുറച്ച് തൈര് നല്ല കട്ടയായിട്ടുള്ള തൈര് കുറച്ച് ചേർത്ത് കൊടുത്ത് കുറച്ച് തിക്കായിട്ട് നമുക്ക് തൊടുകറി പോലെയും എടുക്കാം. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒഴിച്ചറിയായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതുവരെ ഇട്ടിരിക്കുന്ന ക്യാരറ്റ് റെസിപ്പീസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. ക്യാരറ്റും മുട്ടയും കൊണ്ടുള്ള റെസിപ്പിയൊക്കെ. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.